വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഉത്തർപ്രദേശിനെ കുറിച്ചാണ് പഠിക്കണേ. 1950 ജാനുവരി 26-നാണ് ഉത്തർപ്രദേശ് സംസ്ഥാനം നിലവിൽ വരുന്നത്. 1950 ജാനുവരി 26-നാണ് ഉത്തർപ്രദേശ് സംസ്ഥാനം നിലവിൽ വരുന്നത്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്. ലക്നൗ എന്ന് പറയുന്ന പട്ടണം ഗോമതി നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്. ലക്നൗ ഗോമതി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ ഹൈക്കോടതി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹബാദ് ആണ്. ഉത്തർപ്രദേശിന്റെ ഹൈക്കോടതി എവിടെയാണ്? അലഹബാദിലാണ് കേട്ടോ. ഇനി ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക തലസ്ഥാനം അതുപോലെ തന്നെ വ്യാവസായിക തലസ്ഥാനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ കാൺപൂരാണ് പറയേണ്ടത്. അപ്പൊ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൗ ആണ്, എന്നാൽ സാമ്പത്തിക തലസ്ഥാനം വ്യാവസായിക തലസ്ഥാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം കാൺപൂരാണ്. നീതിന്യായ തലസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹബാദ് തന്നെയാണ്. അപ്പോൾ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനവും നീതിന്യായ തലസ്ഥാനവും അലഹബാദ്, സാമ്പത്തിക തലസ്ഥാനവും വ്യാവസായിക തലസ്ഥാനവും കാൺപൂരാണ്. ഉത്തർപ്രദേശിന്റെ ഔദ്യോഗിക നൃത്തരൂപം കഥകാണ്, അതായത് അവരുടെ കലാരൂപം കഥകാണ്. കൂടാതെ രാസലീല, നൗത്തങ്കി, കജ്രി തുടങ്ങിയവയും അവിടുത്തെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ്. അപ്പൊ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡാൻസ് ഫോം എന്ന് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഥകാണ് പറയുക. രാസലീലയും നൗത്തങ്കിയും കജ്രിയും ഒക്കെ തന്നെ ഉത്തർപ്രദേശിലെ കലാരൂപങ്ങളാണെന്നും കൂടി ഓർത്തു വെക്കണം. ഇനി ഉത്തർപ്രദേശിന്റെ സംസ്ഥാന പുഷ്പം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മകമലാണ്. ഉത്തർപ്രദേശിന്റെ സംസ്ഥാന പുഷ്പത്തിന്റെ പേര് ബ്രഹ്മകമൽ എന്നാണ്. സംസ്ഥാന മൃഗം ചതുപ്പുനിലം മാനാണ്. ഉത്തർപ്രദേശിന്റെ സംസ്ഥാന മൃഗം ചതുപ്പുനിലം മാനാണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ സംസ്ഥാന പക്ഷി സരസക്കൊക്കാണ്. ഉത്തർപ്രദേശിന്റെ സംസ്ഥാന പക്ഷി ഏതാണ്? സരസക്കൊക്കാണ്. ഇനി പണ്ട് കാലത്ത് ബ്രഹ്മർഷി ദേശം അതുപോലെ തന്നെ മധ്യദേശം എന്നീ പേരുകളിലൊക്കെ ഉത്തർപ്രദേശ് അറിയപ്പെട്ടിരുന്നു. ഉത്തർപ്രദേശിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ബ്രഹ്മർഷി ദേശം, മധ്യദേശം ഒക്കെ ഏത് തന്നെയാണ്? ഉത്തർപ്രദേശാണ്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ആര്യവർത്തം എന്നും അറിയപ്പെട്ടിരുന്നത് ഉത്തർപ്രദേശാണ്. അപ്പൊ ആര്യവർത്തം എന്നും ഉത്തർപ്രദേശിനെ വിളിക്കുന്നു. ഇനി കൂടാതെ യുണൈറ്റഡ് പ്രൊവിൻസ് എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തർപ്രദേശാണ്. അപ്പൊ ബ്രഹ്മർഷി ദേശം, അതുപോലെ തന്നെ മധ്യദേശം, ആര്യവർത്തം, അതുപോലെ യുണൈറ്റഡ് പ്രൊവിൻസ്, ഇതൊക്കെ ഉത്തർപ്രദേശിന്റെ അപരനാമങ്ങളാണ് അല്ലെങ്കിൽ മുന്നറിയപ്പെട്ടിരുന്ന പേരുകളാണ്. ഇനി കൂടാതെ ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഏതാണ്. അപ്പൊ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ് നമ്മൾ പറയേണ്ടത്? ഉത്തർപ്രദേശ് തന്നെയാണ് പറയേണ്ടത്. ഇനി ഉത്തർപ്രദേശിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണെന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം. ഇനി അടുത്തത് ഗോതമ്പ്, അതുപോലെ തന്നെ ബാർലി, അതുപോലെ കരിമ്പ്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. ഗോതമ്പ്, കരിമ്പ്, ബാർലി ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകൾ അല്ലെങ്കിൽ ലോകസഭാ സീറ്റുകൾ ഏത് സ്റ്റേറ്റിലാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തർപ്രദേശ് പറയണം. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുകളും അതുപോലെ തന്നെ ലോക്സഭാ സീറ്റുകളും ഉത്തർപ്രദേശിലാണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങൾ വില്ലേജുകളുള്ള സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഇനി വികലാംഗർക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സർവകലാശാല അഥവാ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. വികലാംഗർക്ക് വേണ്ടി മാത്രമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സർവകലാശാല ആരംഭിച്ചത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാമനിവാസികൾ ഏത് സംസ്ഥാനത്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തർപ്രദേശിൽ പറയും. അപ്പൊ ഗ്രാമനിവാസികൾ ഏറ്റവും കൂടുതൽ, കുറേയധികം വില്ലേജുകൾ ഉണ്ട്. അതുപോലെ തന്നെ വികലാംഗർക്ക് വേണ്ടി ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ പുറത്തിറങ്ങുന്നതും ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രം, ന്യൂസ് പേപ്പറുകൾ പുറത്തിറങ്ങുന്ന സംസ്ഥാനവും ഉത്തർപ്രദേശ് തന്നെയാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗക്കാരുള്ള സംസ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി വിഭാഗക്കാരുള്ള
സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനം. അപ്പൊ ധാരാളം ദേശീയ സ്മാരകങ്ങള്, ചെറുകിട വ്യവസായ യൂണിറ്റുകള്, ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാര്, കൂടുതൽ വില്ലേജുകള്, കൂടുതൽ ഗ്രാമനിവാസികള്, കൂടുതൽ ലോക്സഭ രാജ്യസഭാ സീറ്റുകള്, ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങള്, ഗോതമ്പ്, കരിമ്പ്, ബാർലി തുടങ്ങിയവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്, അതൊക്കെ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ളത്, ഇതൊക്കെ തന്നെ ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ ഉത്തർപ്രദേശിലാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ ഏത് സംസ്ഥാനത്ത് നിന്നായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ ഏതാ ഉത്തരം പറയേണ്ടത്? ഉത്തർപ്രദേശാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? ഉത്തർപ്രദേശ് തന്നെയാണ്. ഇനി ഉത്തർപ്രദേശ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രദേശത്തിന്റെ പേര് അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറയേണ്ട ഈ നീതിന്യായ തലസ്ഥാനമാണ് എന്ന്, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ഈ അലഹബാദിന്റെ പണ്ടത്തെ പേര് പ്രയാഗ് എന്നൊക്കെയായിരുന്നു കേട്ടോ. പണ്ടത്തെ പേര് പ്രയാഗായിരുന്നു. അലഹബാദിന്റെ നമ്മുടെ ഈ ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയർമെയിൽ സംവിധാനം നിലവിൽ വന്നത് അലഹബാദിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയർമെയിൽ സംവിധാനം നിലവിൽ വന്നത് അലഹബാദിലാണ്. അതുപോലെ ഇന്ത്യയിൽ കുറെ ഹൈക്കോടതികൾ, ഓരോ സംസ്ഥാനം പഠിക്കുമ്പോഴും നമ്മൾ ഹൈക്കോടതികൾ പഠിക്കുന്നുണ്ട്. ആ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ്. നോർത്ത് സെൻട്രൽ റെയിൽവേ സോണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അലഹബാദാണ്. അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നോർത്ത് സെൻട്രൽ റെയിൽവേ സോൺ എവിടെയാണ്? അലഹബാദിലാണ് അല്ലെ. ഇനി നമുക്ക് അറിയുന്നതാണ് ത്രിവേണി സംഗമസ്ഥാനമാണ് അലഹബാദ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മൾ നദികളെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ത്രിവേണി സംഗമത്തെ കുറിച്ചൊക്കെ. ഓൾറെഡി ഞാൻ അത് ക്ലാസ് ഡിഗ്രി ലെവലുകാർക്ക് വേണ്ടിയിട്ടുള്ള പോർഷനിലൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ത്രിവേണി സംഗമം നടക്കുന്നത് അലഹബാദിലാണ്. അതുപോലെ തന്നെ നമ്മൾ കുംഭമേളയെ കുറിച്ചിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ കുംഭമേളയ്ക്ക് വേദിയാവുന്ന ഉത്തർപ്രദേശിലെ സ്ഥലമാണ് അലഹബാദ് എന്നും കൂടി നമ്മൾ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സെൻട്രൽ എയർ കമാൻഡിന്റെ ആസ്ഥാനം, സെൻട്രൽ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അലഹബാദ് ആണ് സെൻട്രൽ എയർ കമാൻഡ്. അതുപോലെ നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് ഇന്ത്യയില് പ്രാമാണിക സമയരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അലഹബാദ് ആണ്. ഇന്ത്യൻ പ്രാമാണിക സമയരേഖ കടന്നു പോകുന്ന നഗരമാണ് ഏത്? അലഹബാദ് കേട്ടോ. ഇനി നമ്മള് ആനന്ദ് ഭവനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്താണ് ആനന്ദ് ഭവൻ? നെഹ്റുവിന്റെ ജന്മഗൃഹമാണ് ആനന്ദ് ഭവൻ. ആനന്ദ് ഭവൻ എവിടെയാണ്? നമ്മുടെ അലഹബാദിലാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി അതുപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ നഗരത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ നഗരം ലക്നൗ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെയാണ് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ. അപ്പൊ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ചും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്നൌവിലാണ് എന്ന് ഓർക്കണം. നെക്സ്റ്റ് വൺ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിലാണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ലക്നൌവിലാണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ലക്നൌവിലാണ്. ഇനി ലക്നൌവിലെ പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളമാണ് ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം. അപ്പൊ ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് എന്ന് ഓർക്കുക. ഇനി ഏഷ്യയിൽ തന്നെ ആദ്യത്തെ DNA ബാങ്ക് സ്ഥാപിതമായ ഇന്ത്യൻ നഗരം ഏതാണ്? ലക്നൌ ആണ്. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു DNA ബാങ്ക് നിലവിൽ വന്നത് ഒരു ഇന്ത്യൻ നഗരത്തിലാണ്. ആ നഗരം ലക്നൗ ആണ്. ഇനി നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ബാങ്കാണ് സിഡ്ബി. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സിഡ്ബി, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ സിഡ്ബിയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്താ പറയേണ്ടത്? നമ്മുടെ ലക്നൗ തന്നെയാണ് പറയേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇവിടുത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഉത്തർപ്രദേശിലെ വേറൊരു സ്ഥലമാണ് വാരണാസി. ഏതാ? വാരണാസി. ഇന്ത്യയുടെ മതപരമായിട്ടുള്ള തലസ്ഥാനം എന്ന് തന്നെ നമ്മൾ വാരണാസിയെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയുടെ മതപരമായിട്ടുള്ള തലസ്ഥാനമെന്നും ഇന്ത്യയുടെ വിശുദ്ധ നഗരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശിലെ വാരണാസി.
വാരണാസി മുമ്പ് അറിയപ്പെട്ടിരുന്നത് കാശി അല്ലെങ്കിൽ ബനാറസ് എന്നീ പേരുകളിലൊക്കെയാണ്. അപ്പൊ കാശി, ബനാറസ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഉത്തർപ്രദേശിലെ പ്രദേശമാണ് വാരണാസി. ഇന്ത്യയുടെ മതപരമായ തലസ്ഥാനമാണത്. ഇന്ത്യയുടെ വിശുദ്ധ നഗരമെന്നും വാരണാസിയെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പിച്ചള വ്യവസായത്തിന് വളരെ പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത്രേ വാരണാസി. പിച്ചള വ്യവസായത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലം പിച്ചള വ്യവസായം ട്ടോ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മദൻ മോഹൻ മാളവ്യ, അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട് വാരണാസിയിൽ അദ്ദേഹം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ വാരണാസിയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. കാശി വിശ്വനാഥ ക്ഷേത്രം അപ്പൊ എവിടെയാ സ്ഥിതി ചെയ്യണേ? വാരണാസിയിലാണ്. നമ്മൾ നേരത്തെ പറയണ്ടായി കാശി വാരണാസിയുടെ പഴയ പേരായിരുന്നു എന്നുള്ളത്. ഇനി വാരണാസിയിൽ തന്നെ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സും സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? വാരണാസിയാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി നമ്മുടെ ഉത്തർപ്രദേശിലെ വേറൊരു സ്ഥലമാണ് മിർസാപൂര് പറയും. ഈ മിർസാപൂരിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മിർസാപൂരിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ മിർസാപൂരിലാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി ഉത്തർപ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലമാണ് കാൺപൂർ. കാൺപൂര് കുറേയധികം സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ അതിനെ കുറിച്ചൊന്നും നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ കാൺപൂരിന്റെ വിശേഷണം പറയാം. ഇന്ത്യയുടെ തുകൽ സിറ്റി എന്നും ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നും അറിയപ്പെടുന്നത് കാൺപൂരാണ്. ഇന്ത്യയുടെ തുകൽ സിറ്റി എന്നും ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നും അറിയപ്പെടുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരാണ്. ഉത്തർപ്രദേശിലെ തന്നെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് കാൺപൂര്. ഉത്തർപ്രദേശിലെ തലസ്ഥാന നഗരത്തെക്കാൾ വലിയ നഗരമാണ് ഇത്രേ ഏത്? കാൺപൂർ എന്ന് ഓർക്കുക. ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം, ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥാപനം, ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം ഉത്തർപ്രദേശിലാണ്. ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസ് റിസർച്ച്. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസ് റിസർച്ചും ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രവും കാൺപൂരാണ്. ഇനി കാൺപൂര് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ഉണ്ട്. സ്റ്റേഡിയത്തിന്റെ പേര് ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം എന്നാണ്. അപ്പൊ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രമുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസ് റിസർച്ചും എവിടെ തന്നെയാണ് കാണുന്നത്? കാൺപൂർ തന്നെയാണ് കാണപ്പെടുന്നത്. ഇനി വളരെ പ്രശസ്തരായിട്ടുള്ള ധാരാളം വ്യക്തികള് എവിടുത്തുകാരാണ്? ഉത്തർപ്രദേശുകാരാണ്. അതില് ചൗധരി ചരൺ സിംഗ്, മൗലാന മുഹമ്മദ് അലി, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു, രവിശങ്കർ, ഇന്ദിരാഗാന്ധി അവരൊക്കെ അതില് പെടുന്ന പ്രധാനം. കുറേയധികം ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ പേര് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഉത്തർപ്രദേശിലെ വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു സ്ഥലത്തിന്റെ പേരാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് ആഗ്ര, അല്ലെ? അപ്പോ യമുന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ആഗ്ര. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ കൂടി ചില ചോദ്യങ്ങൾ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. അതിലൊന്നാണ് ഏതാണ്? ആഗ്ര പട്ടണം ഏത് നദീ തീരത്താണ്? അതുപോലെ നമുക്ക് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ആഗ്ര എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, അല്ലെ? ഇനി എന്താ പറയാ, ആഗ്രയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം നമ്മള് ഫത്തേപൂർ സിക്രി, ആഗ്ര കോട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഡീവൽ ഇന്ത്യ വളരെ ഭംഗിയായിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ കൂടുതൽ നമ്മൾ ഇവിടെ പറയില്ല. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സാരാനാഥ്. ബുദ്ധന്റെ ആദ്യത്തെ മതപ്രഭാഷണം, ബുദ്ധൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശ്രീ ബുദ്ധൻ മതപ്രഭാഷണം നടത്തിയത് എവിടെ വെച്ചിട്ടാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിൽ വെച്ചിട്ടാണ് എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെ? അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുര, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് രഥത്തിൻ്റെതായാണ് മധുര കേട്ടോ. അടുത്ത പിന്നെ നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രമാകുമ്പോൾ ധനത്തിൻ്റെതായാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുര, അതുപോലെ തന്നെ ശ്രീരാമൻ ജനിച്ചു എന്ന് കരുതുന്ന അയോധ്യ, അല്ലെ? അയോധ്യ ഏത് നദിയുടെ തീരത്താണ്? സരയൂ നദീ തീരത്തുള്ള പട്ടണമാണ് അയോധ്യ. അതുപോലെ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഓർക്കണം. ഈ മധുരയുടെ കാര്യം, രണ്ട് മധുര തന്നിട്ട് ശ്രീകൃഷ്ണൻ ജനിച്ചത് എവിടെയാ, ഏത് മധുരയിലാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉത്തർപ്രദേശിലെ രഥത്തിന്റെ ധ എന്ന് പറയുന്ന മധുരയിലാണ്. അതുപോലെ തന്നെ അയോധ്യ ശ്രീരാമൻ ജനിച്ചതാണ്. അത് ജനിച്ചത് ചോദിച്ചിട്ടില്ല, കൂടുതൽ ചോദിച്ചേക്കണത്
അയോധ്യ ഏത് നദിയുടെ തീരത്താണ് എന്നുള്ളതാണ്. അത് ഏത് നദിയുടെ തീരത്താണ്? സരയൂ നദിയുടെ തീരത്താണെന്ന് ഓർക്കുക. ഇനി ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ഏതാ പറയേണ്ടത്? നേപ്പാൾ ആണ് പറയേണ്ടത്. ഏതാണ്? നേപ്പാൾ. ഇനി ഉത്തർപ്രദേശിലെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിലൂടെ നടത്തുന്നതിനായി വെർച്വൽ കോർട്ട് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ശ്രദ്ധിക്കുക, വളരെ പ്രധാനം. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിലൂടെ നടത്തുന്നതിനായി വെർച്വൽ കോർട്ട് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ തന്നെ മുത്തലാഖ് ഡ്രാഫ്റ്റ് ബില്ലിന് രാജ്യത്ത് അംഗീകാരം നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മുത്തലാഖ് ഡ്രാഫ്റ്റ് ബില്ലിന് രാജ്യത്ത് അംഗീകാരം നൽകിയ ആദ്യ തലസ്ഥാനവും ഉത്തർപ്രദേശാണ്. രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ഗോരഖ്പൂർ ആണ്. ഈ ഗോരഖ്പൂർ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഗോരഖ്പൂർ ആണ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനവും ഗോരഖ്പൂർ ആണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി STD സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ STD സംവിധാനം, STDയും ISDയും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഫോണ് അല്ലെ, ലാൻഡ് ലൈൻ. അപ്പൊ അത് ബന്ധപ്പെടുത്തിയ രണ്ട് നഗരങ്ങൾ കാൺപൂരും ലക്നൌവുമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് STD സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ രണ്ട് നഗരങ്ങൾ കാൺപൂരും ലക്നൌവുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ആരുടെ പേരിലാണ്? ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ പേരിലാണ്. അപ്പൊ ഗോവിന്ദ് വല്ലഭ് പന്ത് കാർഷിക സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നും കൂടി ഓർത്തു വെക്കണം. ഇനി വൃന്ദാവൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വൃന്ദാവനെ കുറിച്ച്. വൃന്ദാവൻ ഒരു പ്രത്യേകതയുണ്ട്. വിധവകളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് വൃന്ദാവൻ. വിധവകളുടെ നഗരം എന്നറിയപ്പെടുന്നത് വൃന്ദാവനാണ്. ഉത്തർപ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൈഗർ റിസർവിന്റെ പേരാണ് പിലിഭിത്ത് ടൈഗർ റിസർവ്. അപ്പൊ പിലിഭിത്ത് ടൈഗർ റിസർവ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. പിലിഭിത്ത് ടൈഗർ റിസർവ് ഉത്തർപ്രദേശിലാണ്. കൂടാതെ ഹസ്തിനപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചന്ദ്രപ്രഭ വൈൽഡ് ലൈഫ് സാങ്ച്വറി, റാണിപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൃഷ്ണാപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഉത്തർപ്രദേശിലാണ്. അപ്പൊ പിലിഭിത്ത് ടൈഗർ റിസർവ്, ഹസ്തിനാപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചന്ദ്രപ്രഭ വൈൽഡ് ലൈഫ് സാങ്ച്വറി, റാണിപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൃഷ്ണാപൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൂടാതെ ദൂത്വ നാഷണൽ പാർക്ക്. ഏതാണ്? ദൂത്വ നാഷണൽ പാർക്ക്. ഇതും എവിടെ തന്നെ കാണപ്പെടുന്നു? ഉത്തർപ്രദേശിൽ തന്നെ കാണപ്പെടുന്നു. ഉത്തർപ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് റിഹാന്ത് ജലവൈദ്യുത പദ്ധതി. റിഹാന്ത് ജലവൈദ്യുത പദ്ധതി എവിടെ കാണപ്പെടുന്നതാണ്? ഉത്തർപ്രദേശിൽ. എന്താണ് ജലവൈദ്യുത പദ്ധതിയുടെ പേര്? റിഹാന്ത് ജലവൈദ്യുത പദ്ധതി. അതുപോലെ തന്നെ ആഗ്ര കോട്ട, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻപ്. മെഡീവൽ ഇന്ത്യയില് ആഗ്ര കോട്ട, താജ്മഹലിന്റെ ചരിത്രം മുഴുവൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫത്തേപൂർ സിക്രി, ഇവയൊക്കെ തന്നെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ സ്മാരകങ്ങളാണ്. അപ്പോ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്മാരകങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2 ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ കണ്ടു നോക്കുക. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ സ്മാരകങ്ങളാണ് ആഗ്ര കോട്ട, താജ്മഹൽ, അതുപോലെ തന്നെ ഫത്തേപൂർ സിക്രി. ഇനി ഉത്തർപ്രദേശിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആണവ നിലയുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ആണവ നിലയത്തിന്റെ പേര് നറോറ ആണവ നിലയം എന്നാണ്. അപ്പൊ നറോറ ആണവ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എവിടെ തന്നെയാണ്? ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം. അപ്പൊ ഇത്രയാണ് ഉത്തർപ്രദേശുമായിട്ട് നമുക്ക്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തർപ്രദേശ് തന്നെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് പറയാനുള്ളത്. ഹിസ്റ്ററി പോലെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും മറ്റു ഫാക്ട്സിൽ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്താതെയാണ് നമ്മളിവിടെ ഈ ക്ലാസ് ഈ സംസ്ഥാനങ്ങളുടെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വളരെ ഭംഗിയായിട്ട് ഇത് പഠിച്ചു തീർക്കാം. മറ്റു ഭാഗങ്ങൾ നമുക്ക് സ്റ്റേറ്റിന്റെ ഓരോ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതായത് ഓരോരോ ടോപ്പിക്കുകൾ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഹിസ്റ്ററിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു പോകും. പക്ഷെ ഫാക്ട്സിന്റെ രൂപത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് വേറെ എവിടെയും ഉൾപ്പെടുത്താത്തത് ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് പോണത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ്? ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഒക്കെ ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.